ഡോക്ടർ ജയരാജ്, അതെ 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 ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന പ്രയോഗത്തിലൂടെ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ പ്രയോഗമല്ല ഇത്. മാതാ അമൃതാനന്ദമയെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിലെ ആൺകുട്ടികളോട് കേരളത്തിലെ അമ്മമാർ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈപ്പാടകലെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ട്. അപ്പൊ അമൃതാനന്ദമയുടെ അടുത്ത് പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ പോലെ അമൃതാനന്ദമയി ദേവിയെ പോലെയുള്ള മിണ്ടായിരിക്കവിടെ ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കും. ഇയാള് പറഞ്ഞപ്പോ ഞാൻ വല്ല സംസാരിച്ചോ? ഒരു പഠനം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സമ്മതിക്കാതെ അത് എക്സ്പ്ലെയിൻ പോലും സംസാരിക്കാതെ ഇഷ്ടംപോലെ സോഷ്യൽ സൈക്കോളജിക്കൽ പഠനങ്ങളുണ്ട്. ഇഷ്ടംപോലെ സോഷ്യൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളുണ്ട്. ഞാൻ വേണം താങ്കൾക്ക് അയച്ചു തരാം. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചു തരാം. വെയിറ്റ് ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ താങ്കൾക്ക് അയച്ചു തരാന്ന്. അടങ്ങിയിരുന്ന് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ സമ്മതിക്കണ്ടേ? ഇയാൾ താങ്കള് ഉത്തരം പറയാൻ സമ്മതിക്കണ്ടേ? അനിൽ സാറേ വന്ന് ഇടപെട്ട് അയാൾ എന്നെ ആരോപണം നടത്തിയതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിലും സമ്മതിക്കാൻ പറ. തോക്കിനകത്ത് കയറി വെടിവെക്കാത്ത ഞാനൊരു മനഃശാസ്ത്ര അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. ഇത് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈഡിപ്പസ് കോംപ്ലക്സിനെ വിവരിച്ചത്. അത് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് എടുത്ത ഒരു കോൺസെപ്റ്റാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും ഇലക്ട്ര കോംപ്ലക്സ് എന്നും പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ ആളുകളുടെ കാര്യം പറയുമ്പോൾ അമ്മമാരൊരു കൈപ്പാടകല ഇവിടെ എന്താണ് അടുത്ത് പോയി കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയായാലും മുതിർന്നവരായാലും ഏത് പ്രായത്തിലുള്ളവരായാലും ഞാൻ പറഞ്ഞു തീർക്കട്ടെന്ന്. അല്ലെ നിങ്ങൾ ഒന്ന് താങ്കൾ സംസാരിക്കാം. ഇടയ്ക്ക് എന്തിനാ എന്റെ പേര് ഒരു മിനിറ്റ് ഞാൻ നിർത്തുന്നു. വേറെ ആരെങ്കിലും ഇന്റർവ്യൂ നടത്തിക്കോ? വേറെ എന്നെ വിളിക്കരുത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം തരാതെ അവരുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയും. ആദ്യം അവരുടെ അടുത്ത് മിണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ മറുപടി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ? ഞാൻ എന്നെ മറുപടി പറയാൻ അനുവദിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അദ്ദേഹം പറയട്ടെന്നേ, അതിനുശേഷം പ്രതികരിക്കാം. യെസ് ഡോക്ടർ ജയരാജ്. അപ്പോഴേ അതിനകത്ത് മുതിർന്ന കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്ന ആളുകൾ വരെ അമൃതാനന്ദമയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്, അതുകൊണ്ടാണ് ഞാൻ ഹഗ്ഗിങ് സന്യാസി എന്നുള്ളൊരു വേർഡ്, അത് വെസ്റ്റിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്, വെസ്റ്റേണേഴ്സ് യൂസ് ചെയ്യുന്ന വേർഡാണ്. ഹഗ്ഗിങ് സന്യാസി എന്ന് തന്നെയാണ് അവരെ അറിയപ്പെടുന്നത്. അങ്ങനെ അവരെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി അവരുടെ മുതിർന്നവരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരുടെ ഈഡിപ്പസ് കോംപ്ലക്സ് വിട്ടുമാറുന്നു എന്ന് പല സോഷ്യൽ സൈക്കോളജിക്കൽ പഠനങ്ങളും കാണുന്നുണ്ട്. ആ പഠനങ്ങൾ വേണമെന്നുണ്ട് ഞാൻ താങ്കളുടെ വാട്സപ്പിലോട്ട് അയച്ചു തരാം. അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വന്ന പഠനങ്ങളൊന്നുമല്ല, എൻ്റെ കണ്ടെത്തലൊന്നുമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതുമല്ല. അതുകൊണ്ടാണ് ധാരാളമായിട്ട് ആളുകൾ ഒരു ശിശുവിനെ പോലെ എല്ലാ മനുഷ്യരെയും അവർ കൈകാര്യം ചെയ്യുന്നു. അവർ കെട്ടിപ്പിടിക്കുന്നു, ചെവിയിൽ ചോദിക്കുന്നു, മകന് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അത് സദുദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചതും സദുദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞതും. അതിന് ദുർവ്യാഖ്യാനം കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. സജി ചെറിയാൻ ചെന്ന് തിരിച്ചാണ് ഉമ്മ കൊടുത്തത്. അമ്മയെ ഉമ്മ കൊടുക്കുന്നതാണ് കൊല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞു. ഇതാണ് അതിനകത്തുള്ള വാസ്തവം. അല്ലാതെ അതിനകത്ത് കയറി പിടിച്ചുകൊണ്ട് അത് പറഞ്ഞത് അശ്ലീല പ്രയോഗമാണെന്നോ അല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ ദുരുദ്ദേശത്തോടെയാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സാമൂഹ്യശാസ്ത്ര പഠനങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പഠനം വന്നിട്ടുണ്ട്. അത് പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലും പഠിക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഇപ്പോഴല്ല, നാളെയെങ്കിലും ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. പോരെ? ഇത്രയും എക്സ്പ്ലനേഷൻ പോരെ? ഞാൻ മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായി ഞാൻ പറഞ്ഞത്. എന്റെ ഡോക്ടറേറ്റ് ഉള്ളത് മനഃശാസ്ത്രത്തിലാണ്. അല്ല, സജി ചെറിയാന്റെ കേസിലല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം അല്ല ജയരാജ് സാർ, ഞാനൊന്ന് പറയട്ടെ. അങ്ങ് സൂചിപ്പിച്ച ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഏത് വിഭാഗത്തിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ഉണ്ടാവുക? ഒന്ന് കൗമാരാവസ്ഥ ശ്രദ്ധിക്കുക. ഈഡിപ്പസ് എന്ന് പറഞ്ഞാൽ കൗമാരാവസ്ഥയിൽ ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള അടുപ്പം. ഇലക്ട്ര എന്ന് പറഞ്ഞാൽ കൗമാരാവസ്ഥയിൽ പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള അടുപ്പം.
ഇത് ഈഡിപ്പസ് കൗമാരമല്ല, കൊച്ചുകുട്ടികൾക്ക് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ ചോദിക്കട്ടെ, സജി ചെറിയാൻ ഈഡിപ്പസ് പറഞ്ഞിട്ടുണ്ട്, ചൈൽഡ്ഹുഡ്. പക്ഷേ സജി ചെറിയാന്റെ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങ് സജി ചെറിയാന്റെ വിഷയത്തിൽ ഈ ഈഡിപ്ലസ് കോംപ്ലക്സിന് എന്തുകൊണ്ട് എടുത്തു ഉപയോഗിച്ചു എന്നർത്ഥം അങ്ങ് അശ്ലീലമാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ അശ്ലീല ചുവയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുള്ള ആ അത്തരത്തിലുള്ള വിഷമയമായിട്ടുള്ള ഇവിടെ എന്താ പ്രസക്തി? അങ്ങ് സജി ചെറിയാന്റെ വിഷയം അങ്ങനെ താങ്കളുടെ വേർഷനാണ്, അങ്ങനെ എടുത്തോ, അങ്ങനെ എടുത്തോ, എനിക്ക് തിരുത്താൻ താല്പര്യമില്ല, അങ്ങനെ എടുത്തോളാം. ഞാൻ അശ്ലീലം പറഞ്ഞ താങ്കൾക്ക് സയൻസ് പറയുമ്പോൾ സയൻസിന്റെ ആധികാരികത പറയണം. വളഞ്ഞ വഴി എടുക്കണ്ടേ? ഈ വളഞ്ഞ വഴി കൂടെ കിടന്ന് കളിക്കണ്ട, ഈ വളഞ്ഞ വഴി കൂടെ കിടന്ന് കളിക്കണ്ട. സയൻസ് പറയുമ്പോൾ സയൻസ് പറയണം. രാഹുൽ ഗാന്ധിയുടെ നെഞ്ച് വേണമെന്ന് പറഞ്ഞ മഹാനാണ് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പതിക്കുമെന്ന് പറഞ്ഞ മഹാനാണ് എന്നെ പഠിപ്പിക്കാൻ. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പതിക്കണമെന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി വെടിവെച്ച പറഞ്ഞ ആളുകളാണ് എന്നെ പറയുന്നത്. താങ്കൾ കൂടുതലൊന്നും പറയല്ലേ, താങ്കൾ കൂടുതൽ അതിനെ കുറിച്ചൊന്നും സംസാരിക്കല്ലേ. താങ്കളുടെ രീതികളൊക്കെ എനിക്കറിയാം, ഞാൻ കുറെ നാളായിട്ട് കാണുന്നതാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരല്ലേ അപ്പ? പിന്നെ താങ്കൾ ആടിനെ പട്ടിയാക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, സംഘപരിവാറിന്റെ സ്വഭാവമാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന പ്രയോഗത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്നുള്ളതാണ്. താങ്കൾ അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? താങ്കൾ പറഞ്ഞു താങ്കളുടേതായിട്ടുള്ള യൂസേജ് അല്ല, അതൊരു താങ്കൾ വരുന്നതിന്റെ കാര്യം പറഞ്ഞതാണ്. ലോകമെമ്പാട് ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള ഫോളോവേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സജി ചെറിയാന്റെ കാര്യത്തിലല്ല. താങ്കൾ ആ പഴയ റീവൈൻഡ് അടിച്ചു നോക്കൂ, റീവൈൻഡ് അടിച്ചു നോക്കൂ. 72 വയസ്സുള്ള അമ്മയെ പറ്റി ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് പറയാം. 72 വയസ്സുണ്ട് അമ്മയ്ക്ക്. സജി ചെറിയാന് 19-25 വയസ്സുണ്ട്. താങ്കൾ ചുമ്മാതെ മിനിമം 60-65 വയസ്സുണ്ടാവും. എന്റെ ദൈവമേ, വിവരക്കേടായി പറയാൻ. ഈ അനിലിന്റെ തലയ്ക്ക് എന്തോ വല്ല നെല്ലിക്കത്തളം വെച്ചോട്, അനിലിന്റെ തലയില് നെല്ലിക്കത്തളം വെച്ചോട്. അയാൾക്ക് വട്ടാണ് കിടന്ന് ചുമ്മാ അയാളുടെ തലയിൽ നെല്ലിക്കത്തളം വല്ല വെച്ചോട്. അങ്ങനെയുള്ള പരാമർശം വേണ്ട പ്ലീസ്. ഇയാളെ ഷോക്ക് അടിപ്പിക്കണമെന്നേ. മഞ്ഞക്കാമല കണ്ണുപിടിച്ചവനാ, ആ കണ്ണുകൊണ്ട് നോക്കുന്നതല്ല, അങ്ങനെ കാണൂ. ഡോക്ടർ ജയരാജ്, പ്രശ്നത്തിന് ആധാരം പ്രയോഗമാണ്, പ്രശ്നത്തിന് ആധാരം. അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല. അല്ല, അത് ശ്രദ്ധയപ്പെടുത്തുമ്പോ അങ്ങനെ പിന്നെ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ വിശദീകരണം തന്നെയാണ്. ഇല്ല ഡോക്ടർ ജയരാജ്, ഇല്ല. ആ ഒരു വിശദീകരണം തൃപ്തികരമല്ല. ആ വിശദീകരണത്തിലൊന്നുമില്ല. പിന്നെ എന്താണ് ഞാൻ അതിനെ കുറിച്ച് പറയണത്? ഞാൻ സജി ചെറിയാന്റെ വിഷയത്തിലാണോ പറഞ്ഞത്? സജി ചെറിയാന് എങ്കിൽ തൃപ്തികരമായിട്ടുള്ള ആരെങ്കിലും വിളിച്ചാൽ വിശദീകരിച്ചാട്ടെ. അങ്ങനെയല്ലല്ലോ, താങ്കളല്ലേ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് ഡോക്ടർ ജയരാജ്. അപ്പൊ അതിലൊരു വിശദീകരണം നടത്താനുള്ള ബാധ്യത ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കുറ്റം പറയാനാണെങ്കിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് സംസാരിക്കല്ലേ. നിങ്ങൾ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിലും അത് ശരിയല്ല. ഇത്തരത്തിലുള്ള ചർച്ചയ്ക്കാണ് ഇനി ഞാൻ ജനത്തിന്റെ ഒരു പരിപാടിക്ക് വരത്തില്ല. ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് താങ്കൾ ചൂട്ടുപിടിക്കാണ്, ഞാൻ വരില്ല. ദിസ് വിൽ ബി ദ ഫൈനൽ. ഡോക്ടർ ജയരാജ്, ഡോക്ടർ ജയരാജ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോ, ഒരു പ്രയോഗം നടത്തിയപ്പോ സ്വാഭാവികമായും എന്തിനങ്ങനെ ഒരു പ്രയോഗം നടത്തി എന്ന് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചോദിച്ചു. പ്രിന്റു ചോദിച്ചതും അത് തന്നെയാണ്. അതിന്റെ പ്രസക്തി എന്താണ്, ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് പ്രസക്തി എന്നാണ് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ ഡോക്ടർ ജയരാജിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എക്സ്പ്ലനേഷൻ അല്ലേ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ലോകം മുഴുവൻ ഫോളോവേഴ്സ് ഉണ്ടാവുന്നതെന്ന്. അല്ല, അത് കൺവിൻസിംഗ് അല്ല. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഫോളോവേഴ്സ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്നതെന്നുള്ളത്
രീതിയിലാണ് ഞാൻ Yes, പറഞ്ഞത്. yes, yes. എന്തായാലും അതല്ലെന്നുണ്ടെങ്കിൽ അത്തരം പഠനങ്ങൾ ഒരു കാര്യം അതാണ് സാർ ചെയ്യാൻ പറ്റൂ. ഹ്യൂമാനിറ്റി, Okay. കരുണ, ആർദ്രത, ദയ, സഹായം. അതുകൊണ്ടാണ് സാർ ഇതൊന്നും ഇല്ലാത്ത പിണറായി വിജയനാണ് ഭഗവത്ഗീത ഭക്തന്റെ ലക്ഷണം പറഞ്ഞത്. കരുണ, ദാഷ്, ദയാ, വാത്സല്യം ഒക്കെ ഉണ്ടെന്ന്. ഒരു മൈക്കുകാരനോട് പോലും ദയം വാത്സല്യം കാണിക്കാത്ത പിണറായി ഭക്തന്റെ ലക്ഷണം പല പറയുന്നത്. മാർഗങ്ങളുണ്ട് ഭക്തിക്ക് പല മാർഗങ്ങളുണ്ട്. യെസ് നമുക്ക് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡോക്ടർ ജയരാജ്, പറ്റില്ല കേട്ടോ. ഡോക്ടർ ജയരാജ്, അല്ല ചർച്ചയിലെ പരാമർശങ്ങൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കരുത്. ഡോക്ടർ ജയരാജ്, താങ്കൾ ഒരു സൈക്കോളജി അധ്യാപകനല്ലേ, താങ്കൾക്ക് അറിയാലോ, താങ്കൾ മനഃശാസ്ത്രം പഠിച്ച ഒരാളല്ലേ, അപ്പോ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. യെസ്, എന്തായാലും പ്രത്യയശാസ്ത്രത്തിന്റെ ഉരുക്കുകോട്ടകളൊക്കെ ഭേദിച്ച് 10 വോട്ട് നേടാൻ പദമുള്ള മണ്ണ് നോക്കി കിളക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് CPM. അതിൻ്റെ ഭാഗമായി മാത്രമേ പമ്പയിലെ അയ്യപ്പ സംഗമത്തെയും മാതാ അമൃതാനന്ദമയി ദേവിയോടുള്ള ആദരവിനെയും ഒക്കെ കാണാനാവൂ. കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിൽ സനാതന ധർമ്മത്തെ മുച്ചൂടും നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അത് അറിയാവുന്നവർക്ക് സഖാക്കന്മാരുടെ കാപട്യവും ഇരട്ടത്താപ്പും തിരിച്ചറിയാനാവും. അണ്ണാമലൈ പന്തളത്ത് പ്രസംഗിച്ചതുപോലെ നാസ്തിക ഡ്രാമാചാര്യന്മാരാണ് പിണറായിയും സജി ചെറിയാനുമൊക്കെ. വീണ്ടും അധികാരത്തിലെത്തിയാൽ അവർ അവരുടെ തനി നിറം കാണിക്കും. അതുകൊണ്ട് തിരിച്ചറിയുക.